ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി. ചെട്ടിത്തറ ആഗസ്റ്റ് 31. ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയതായി അറിയുന്നു. ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്. ഇതുകൊണ്ട് കമ്പോസ് ചെയ്തോളൂ. ഇതൊക്കെ സത്യം തന്നെയാണോ സാറേ? പിന്നെ ഇങ്ങനൊക്കെ നടക്കൂ? എടോ, സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും, ചേട്ടൻ അനുജന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും. അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി, എന്റെ ഭാര്യ ആയാലും ശരി, സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടിയും പോകും അല്ലേ? ആ അതെങ്ങനാ ചെക്കാവുന്നേ? നല്ലോണം കണ്ണുപിടിച്ച് നോക്ക്. ഓ, ആനച്ചക്കാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. അത് പറ്റില്ല. ഈ കുതിരപ്പിൽ എങ്ങനെയാ മന്ത്രി ചാടുന്നത്? ചെസ്സിൽ അങ്ങനെ എങ്ങനെ വേണം മൂവിയെ? അത് പറ്റില്ല. കള്ളക്കളി ഞാൻ സമ്മതിക്കില്ല. ശരി, കൈയ്യെടു. പുതിയൊരു മൂവ്മെന്റ് നടത്താം. ഇവനെന്തൊരു കള്ളനാന്നറിയോ? കണ്ണു തെറ്റിയ കള്ളക്കളി. ചേട്ടത്തി മോശമൊന്നും അല്ല. പ്രകാശ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ? ദിനേശേട്ടൻ ചായ വേണോ? വേണ്ടി വന്നേക്കും. നിന്റെ ജോലിക്കാരിയൊക്കെ എന്തായി? ശ്രമിക്കുന്നുണ്ട്. ഉടനെ എങ്ങാനും കിട്ടുമോ? അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ. ബാബ ഹാർഡ്വെയർസിലെ സലാമിന് ഒരു 100 കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. നീ എവിടെ സമരം ഉണ്ടാക്കിയല്ലേ? ഞാനൊന്നുമല്ല സമരം ഉണ്ടാക്കിയത്. പിന്നെ ഞാനോ? യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരക്ഷരം നീ മിണ്ടണ്ട. പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക്? ഓ, അതിന് പ്രത്യേക പ്രായമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ. മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരൊക്കെ ഉണ്ട്. അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു. ഇതെന്തോന്ന് ജയിലോ? ജയിലിൽ പോലും ആളുകൾ പാടുമല്ലോ. എന്നാ നീ ജയിലിൽ പോയി പാടറാ. ഇങ്ങനെ പോയത് തന്നെ ജയിലിൽ കയറ്റ്. എന്ന് വെച്ചാൽ ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? നീ ഇവിടുന്ന് പോണം. ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക്? ഈ പറയുന്ന ആളാ നാണമില്ലാത്തത്. മൂക്കറ്റം കുടിച്ച് 4 ആളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ. എന്നിട്ട് എന്നെ ഉപദേശിച്ച് ഇറങ്ങിയിരിക്കുന്നു. പ്രകാശ, കുടിയൻ, മുഴുക്കുടിയൻ. ചേർന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ എന്ത് ചേട്ടാ എന്റെ തലേ കയറുന്നു? കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണോന്ന്. ഇവനെന്നെ തള്ളുകുടിയെന്ന് വിളിച്ചു. വിളിച്ചാൽ എന്താണോ തെറ്റ്? നീ കുടിച്ചിട്ടല്ലേ? കുടിച്ചങ്ങ് കുടിച്ചു. കുടിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിച്ചിട്ടില്ലേ? നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകളെ വേണ്ടതായില്ലടാ. ഇവളുടെ തലേണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മേ, ശോഭയെ പറ്റി ഒരു അക്ഷരം പറയരുത്. അതേടാ, നിനക്കത് ഇഷ്ടപ്പെടത്തില്ല. നീ ഒരു പെങ്കോന്തനാ. അമ്മേ, എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സ്വന്തം ചേട്ടനെ കള്ളുകൂടിയെന്ന് വിളിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഓ, കാണാം.